ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 5 മണി കഴിഞ്ഞു. ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ അതിന് ശേഷം. കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി. ഇപ്പോൾ സമയം 6:30 വീട്ടിലുള്ളവരൊന്നും എണീറ്റിട്ടില്ല. ഇതെൻ്റെ വീടല്ല, ഇത് മാളയിൽ എൻ്റെ പെങ്ങളുടെ വീടാണ്. അപ്പോൾ ഇന്ന് വർക്കുണ്ട്. ഈ ഒരാഴ്ച എനിക്ക് സിനിമ വർക്കുണ്ട്. മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സിനിമ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ, നമ്മളവിടുത്തെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സമയം 6:30. നമ്മുടെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, ആൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററാണ് ലൊക്കേഷനിലേക്കുള്ളത്. അപ്പോൾ ആൾ 2 വീലറുമായിട്ട് വരും. ആളിനൊപ്പം നേരെ ലൊക്കേഷനിലേക്ക്. ആൾ ഏകദേശം വരാറായി. മാളയ്ക്കടുത്ത് പൊയ്യയിലാണ് കേട്ടോ ലൊക്കേഷൻ. ഇത് ഫഹദ് ഫാസിൽ നസ്രിയ ടീം നിർമ്മിക്കുന്നൊരു സിനിമയാണ്. അനശ്വര പിന്നെ അംബാനായിട്ട് അഭിനയിച്ചില്ലേ ആ പുള്ളി, അവരൊക്കെയാണ് ഇതിലെ പ്രധാന വേഷത്തിൽ ഉള്ളത്. പിന്നെ അബു സലീം, അങ്ങനെ വേറെ കുറേ താരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോവാം. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് മെയിൻ റോഡ്. അവിടുന്ന് വണ്ടി വരും, ഈ വഴി അങ്ങോട്ട് പോകും. ഇത് കൊടുങ്ങല്ലൂർ പോകുന്ന റൂട്ടാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആൾ എത്തിച്ചേരുന്നതാണ്. ആൾ വന്നു. അപ്പം നേരെ പൊയ്യയിലേക്ക്. ഇതെൻ്റെ 11ാമത്തെ മൂവിയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ മാത്രമേ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഭരതനാട്യം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അതാണ് ഇറങ്ങാനുള്ളത്. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ തന്നെ ഗെറ്റ് സെറ്റ് ബേബി, പിന്നെ ഒരു തമിഴ് മൂവി, അതിറങ്ങിയോന്ന് അറിയില്ല. പിന്നെ പ്രാവിൻകൂട് കൾഷാപ്പ്, അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ പൊന്നാനിയിൽ വെച്ച് മമ്മൂട്ടിയുടെ പെങ്ങളുടെ മോൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചു. അതിൻ്റെ പേര് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. പിന്നെ വേറെ പടമാണ് UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. പിന്നെ മാർക്കോൽ അഭിനയിച്ചു ഉണ്ണിമൂന്തൻ്റെ. മീശ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചു. പിന്നെ നിഖില വിമലിൻ്റെ ഐസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസാണ്. ഈ അഭിനയിക്കാൻ പോകുന്ന സിനിമ ആവേശം ടീമിൻ്റെ സിനിമയാണ്. അനശ്വര എല്ലാം ഉണ്ട്. ആവേശത്തിൽ തന്നെ അംബാനായിട്ട് അഭിനയിച്ച നടനാണ് പ്രധാന വേഷത്തിൽ ഇതിൽ അഭിനയിക്കുന്നത്. ഒരു പഴയ മോഡൽ വീട്ടിലാണ് ഇതിൻ്റെ ഷൂട്ടിങ്. നമ്മൾ ഏകദേശം ഷൂട്ടിംഗ് സൈറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഷൂട്ടിങ്ങിന് വരുന്ന 2 വീലറുകളൊക്കെ ഈ വീട്ടിലാണ് വയ്ക്കുക, അങ്ങോട്ടേക്ക് ഇറക്കി കൊണ്ടുപോകാറില്ല. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുന്നു. നമ്മൾ ലൊക്കേഷനിലെത്തി. 10 മിനിറ്റ് കൊണ്ട് ലൊക്കേഷനിലെത്തി. ഞാൻ കാണിച്ചു തരാം കേട്ടോ വീട്. ഈ ഓടിട്ട പഴയ മോഡൽ വീടാണ് ലൊക്കേഷൻ. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ കുറേ പാർട്ട് ഓഫ് എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകൾ, വർക്ക്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ടാണല്ലോ സിനിമ ഉണ്ടാവുന്നത്. ആർട്ട്, ക്രെയിൻ, പിന്നെ ക്യാമറ, ലൈറ്റ്, അങ്ങനെ ഓരോരോ സെക്ഷൻ വന്നിട്ട് ഈ വീടിന് ആവശ്യമായ വെളിച്ചം നിയന്ത്രിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിൽ സൂര്യപ്രകാശം ഉണ്ട്, പക്ഷേ ആ സൂര്യപ്രകാശം കറക്റ്റ് വേണ്ടി വരില്ല നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് അവർ മുകളിൽ ഷീറ്റുകൾ കെട്ടും. നമ്മൾ സെറ്റിൽ രാവിലെ 6:30 എത്തണം എന്നാണ്. അപ്പോൾ രാവിലെ 6:30 എത്തുമ്പോൾ തന്നെ ഒരു ചായ ബിസ്ക്കറ്റ് ഉണ്ടാവും. അത് എല്ലാ സെറ്റിലും ഉണ്ടാവും. രാവിലെ തന്നെ ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റും. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചില ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ഷോട്ട് എടുത്തതിന് ശേഷമായിരിക്കും ബ്രേക്ക് പറയുക ബ്രേക്ക്ഫാസ്റ്റിന്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരെ ഓപ്പോസിറ്റുള്ളൊരു വീട്ടിലാണ് ഇരിക്കുന്നത്. അവരവിടെ മുകളിൽ ആ ക്രെയിൻ വർക്ക്, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഷീറ്റ് കെട്ടാൻ വേണ്ടിയുള്ള പണിയില്ല. അടുത്ത ചടങ്ങാണ് ഫോട്ടോ എടുക്കൽ. അതായത് ക്രൗഡ് കൂടുന്നതിനനുസരിച്ച് കോർഡിനേറ്റർമാരും ഉണ്ടാവും. അപ്പോൾ ഈ കോർഡിനേറ്റർമാർ ചിലപ്പോൾ 4-5 കോർഡിനേറ്റർമാരുടെ കീഴിലായിരിക്കും ഇവർ 10-30 പേര് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ കോർഡിനേറ്റർമാരുടെ കീഴിലുള്ള ആളുകളുടെ ഫോട്ടോ എടുക്കൽ, അവരുടെ പേരെഴുതലെല്ലാം ഉണ്ടാവും.
അതനുസരിച്ചാണ് ഇവർ പേയ്മെൻറ്റൊക്കെ തരുന്നത്. ഇത്ര ആൾക്കാർ ഇന്ന കോർഡിനേറ്റർമാരുടെ കീഴിൽ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് എന്നുള്ളതിനൊരു പ്രൂഫായിട്ടാണ് ഇവർ പേരെഴുതിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കും. പിന്നെ പേയ്മെൻറ്റ് വരുമ്പോൾ അതാത് കോർഡിനേറ്റർമാർക്ക് ഇവർ അയച്ചു കൊടുക്കും. കോർഡിനേറ്റർമാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കും. ക്രെയിൻ ഓപ്പറേറ്റേഴ്സിൻ്റെ വർക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞങ്ങളുടെ സീനൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഉച്ചയായി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് പറയും തോന്നുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ. മെയിൻ ഫുഡൊന്നുമല്ല, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, ചായ ജ്യൂസടി അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവിടെയാണ്. ഇതവരുടെ തൊഴുത്താണെന്ന് തോന്നുന്നു. യെസ്, ലഞ്ച് ടൈമായി. ലഞ്ചിന് ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടുത്ത വീട്ടിലെ പറമ്പിലാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്തേക്കണേ. നാട്ടിൻ പ്രദേശമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സെറ്റിൽ. ഇതൊക്കെയാണ് നമ്മളുടെ ലഞ്ച്. അങ്ങനെ ലഞ്ച് പരിപാടി കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ ബ്രേക്ക് ടൈമാണ്. ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും വിശ്രമിക്കുന്നുണ്ട്. ഈ കാണുന്ന നല്ല വിശാലമായ പറമ്പ് ഉള്ള കാരണം ചില ആൾക്കാരൊക്കെ അവിടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ചിലർ സംസാരിച്ചിരിക്കുന്നു. നല്ലൊരു ജാതിക്കത്തോട്ടമാണത്. അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സീനറിയാണ് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഓരോരോ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടെ. ഞാനിവിടെ ഒരു ജാതി മരത്തിൻ്റെ മുകളിലാട്ടോ. എൻ്റെ മുകളിലൊരു പച്ചക്കുതിരേനെ കണ്ടോ? ഇതിവിടെ ഷൂട്ടിങ്ങിന് അഭിനയിക്കാൻ വേണ്ടി വന്നൊരു ചേട്ടൻ ഓല കൊണ്ടുണ്ടാക്കിയതാണ്. നല്ല അടിപൊളിയായിട്ടില്ലേ? പച്ചക്കകത്ത് കാണിച്ച് കഴിഞ്ഞാൽ എടുപ്പ് കിട്ടുമോ മാഷേ? അപ്പോൾ പച്ച മാറ്റിയിട്ട് പ്രതലം മാറ്റി, പ്രതലം വൈറ്റോ അതുകൊള്ളു. കിടപ്പാടമാണോ? ഇത് തൊട്ടടുത്ത വേറൊരു വീടാട്ടോ. പിള്ളേരൊക്കെ ഇവിടെ കളിച്ചുകൊണ്ട് നടക്കുക. ഇതൊക്കെ അഭിനയിക്കാൻ വന്ന പിള്ളേരാട്ടോ. ഇതൊരു വീട്ടിൽ നടക്കുന്ന സംഭവം അതിൻ്റെ പേരിൽ. അപ്പോൾ വീടിൻ്റെ പരിസരത്തുള്ള അറ്റ്മോസ്ഫിയർ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ പിള്ളേരുണ്ട്, ഫാമിലീസ് ഉണ്ട്, കുടുംബശ്രീക്കാരുണ്ട്. കൂട്ടത്തിൽ അഭിനയിക്കാൻ വന്ന ഒരു പയ്യനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇവനല്ലേ? ഹായ് പറ. ഹായ് പറ. ഈ യൂട്യൂബറല്ലേ? എന്താ ചാനലിൻ്റെ പേര്? അല്ലു ബ്ലോഗ്സ്. ഓക്കെ. സിനിമയിൽ ഇത് അബൂ സലീമിൻ്റെ വീടാണ്. നമ്മുടെ സജിൻ എന്നാണ് ആവേശത്തിൽ ആ അമ്പാൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ സജിൻ്റെ വീടാണിത്. ഈ സിനിമയിലെ ഒരു വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്ന നടനാത്, ഫോർട്ട് കൊച്ചിക്കാരൻ. സജിൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ മൂവിയായത്. അനശ്വരയാണ് ഇതിലെ നായിക. അനശ്വര ഉണ്ട് ഇവിടെ. ഈ സിനിമ നിർമ്മിക്കുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ ബ്രദറിൻലോ, അതായത് നസ്രിയയുടെ ബ്രദർ ഉണ്ട് ഇവിടെ. മൂപ്പരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആവേശത്തിലും RDXലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രീജിത്ത് ആണ് ഇതിൻ്റെ സംവിധാനം. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്വതന്ത്ര സംവിധായകനായിട്ടുള്ള സിനിമയാണ് ഇത്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടറും മറ്റു പ്രമുഖരൊക്കെ ഇത് മോണിറ്ററിലൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞു. 6-7 ദിവസത്തെ വർക്ക് ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ ഡെയിലി വന്ന് പോകുന്നുണ്ട്. ജിത്തു മാധവൻ ആവേശത്തിൻ്റെ രോമാഞ്ചത്തിൻ്റെ ഒക്കെ ഡയറക്ടറാണ്. മൂപ്പരുണ്ട് സെറ്റിൽ. അങ്ങനെ ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തി. 6 മണിക്ക് തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതേ വണ്ടിയിൽ തന്നെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.